ഭൂമി കറങ്ങുന്നത് ഒരിക്കലും വൃത്താകൃതിയിലല്ല, മറിച്ച് ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിലൂടെയാണ്, അതായത് ദീർഘവൃത്താകൃതിയിൽ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹാബിറ്റബിൾ സോൺ എന്ന് പറയുന്നത് ഭൂമിയുടെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റൊരു ഗ്രഹത്തിൻ്റെയോ ഓർബിറ്റിൻ്റെ സ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. ഒരു നക്ഷത്രത്തിൻ്റെ വലിപ്പവും അതിൽ നിന്ന് വരുന്ന താപത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും തോതിലുള്ള മാറ്റം എന്നിവയ്ക്കനുസരിച്ച് ഇത് വ്യത്യസ്തപ്പെട്ടേക്കാം. കുറച്ചുകൂടി എളുപ്പമാക്കിയാൽ, ഒരു നക്ഷത്രത്തിൻ്റെ വലിപ്പവും താപവും കൂടുതലാണെങ്കിൽ അതിൻ്റെ പ്രകാശവും കൂടുതലാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഹാബിറ്റബിൾ സോൺ ഒരുപാട് ദൂരെയായിരിക്കും. ഇനി നക്ഷത്രത്തിൻ്റെ വലിപ്പം കുറവാണെങ്കിൽ അതിൻ്റെ താപവും പ്രകാശവും കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ ഹാബിറ്റബിൾ സോൺ നക്ഷത്രത്തിൻ്റെ ഒരുപാട് അടുത്തായിരിക്കും. നക്ഷത്രത്തിൽ നിന്ന് ഹാബിറ്റബിൾ സോണിന് വലിയ ദൂരമൊന്നും കാണില്ല. എങ്കിലും വലിപ്പവും താപനിലയും കുറഞ്ഞൊരു നക്ഷത്രത്തിന് ഹാബിറ്റബിൾ സോൺ ഉണ്ടായാലും അതിൻ്റെ ഹാബിറ്റബിൾ സോണിലുള്ള ഗ്രഹത്തിൽ ജീവനുണ്ടാകാൻ സാധ്യത കുറവാണ്. കാരണം ആ നക്ഷത്രത്തിന് സ്ഥിരതയില്ല. അത് ഇടയ്ക്കിടെ ശക്തിയുള്ള സോളാർ വിൻഡ് പുറത്തുവിടും. ഹാബിറ്റബിൾ സോൺ അടുത്തായതിനാൽ അതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ഗ്രഹം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടെ വീശുന്ന സോളാർ വിൻഡ് ആ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളെയും ജലാംശത്തെയും ബഹിരാകാശത്തേക്ക് അടിച്ചു തെറിപ്പിക്കും.